നമ്മുടെ അടുക്കൽ കൺസൾട്ടേഷന് വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു കേസാണ് ഈ വിഷാദ രോഗം, ഡിപ്രഷനുള്ള ആളുകളെ. ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും വിഷാദ രോഗത്തിന്റെ ചില സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. ഈ വിഷാദ രോഗം, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അത് വർദ്ധിതമായ രൂപത്തിലേക്ക് വരുമ്പോൾ അത് പല മാനസിക പ്രശ്നങ്ങൾക്കും ഇടയായി വരും. അത് മാനസിക രോഗിയാക്കി മാറ്റിയിട്ട് അവസാനം ശക്തിയുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ അടുക്കലൊക്കെ വരുന്ന കേസുകളിൽ പലപ്പോഴും കണ്ട വളരെ ബോൾഡായിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള പല മക്കളും നല്ല കണ്ട ഒരു കുഴപ്പം തോന്നില്ല, പക്ഷെ അവര് വിഷാദ രോഗത്തിന്റെ അടിമയാണ്. അവര് ഡിപ്രഷന്റെ അങ്ങേറ്റത്തെ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ മാനസിക രോഗത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഡിപ്രഷൻ ഉള്ള ആളുകളെ, വിഷാദ രോഗമുള്ള ആളുകളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? നമുക്കൊക്കെ വിഷാദ രോഗത്തിന്റെ അടിമകളാണോ? നമ്മൾക്ക് ഡിപ്രഷന്റെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണോ? അത് സ്വയം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതും, എന്താണ് ഈ ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളതും, അതിനെന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതെല്ലാവരും കൃത്യമായി കേൾക്കണം, മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം പലപ്പോഴും തുടക്കത്തിലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഇതേ സ്റ്റേജിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാം. ആ സമയങ്ങളിലൊക്കെ ഈ കൃത്യമായി ഇത് മുഴുവനായിട്ട് കേട്ടാൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ എന്തെല്ലാം ഇതിൽ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്. കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗം കേട്ടത് കൊണ്ട് മാത്രം മനസ്സിലാകൂല, ഇത് ഇങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഫഹ്മും അഖലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല. പലരും ചോദിക്കുന്നുണ്ട് പല ദിവസങ്ങളിലും വരട്ടെ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓരോ വീഡിയോസിലും ഇത് കൃത്യമായി പറയുന്നത് വാട്സപ്പ് വഴി, ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്. എല്ലാ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ ഇല്ല. ഉള്ള ചൊവ്വാഴ്ചകൾ ഏതാണെന്ന് അറിയാൻ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറി അവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് ചൊവ്വാഴ്ചയാണോ ഉള്ളത് എന്നുള്ളത്. അപ്പൊ ചൊവ്വാഴ്ചകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഈ ഡിസ്പ്ലേയിൽ കാണിച്ചതുപോലെ ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് നേരിട്ട് വരാനുള്ള അവസരം. അപ്പോൾ കൃത്യമായ ആളുകൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, അത്രയും ആളുകൾ മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ട് ബുക്ക് ചെയ്യാത്ത ആളുകൾക്കൊന്നും വരാൻ സാധിക്കില്ല. അപ്പൊ സമയം പാലിച്ച് മാത്രം വിളിക്കുക. 10 മണിക്ക് ശേഷം ഞായറാഴ്ച വിളിക്കുക. വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്ഥലവും പേരും വിവരങ്ങളും പറഞ്ഞ് ഇവിടേക്ക് വരാനുള്ള സ്ഥലം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് കോള് അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് പലരും ദീർഘമായി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ, ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ്
അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കുന്ന മാർഗമാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും വിഷാദ രോഗികളാണ് എന്ന് ധരിച്ചേക്കരുത്. ഏതെങ്കിലും ഒന്നുണ്ടായി എന്നുള്ളതുകൊണ്ട് ഇതിലൊരു 4-5 നിങ്ങൾക്കുണ്ട്. അത് ഒരു 4-5 ലക്ഷണങ്ങൾ ഇടക്കാലത്ത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂസ്ലി അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കുറച്ചൊക്കെ ഗൗരവത്തോടു കൂടി ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ലക്ഷണം, നമ്മളെക്കുറിച്ച് നാം തന്നെ ആലോചിച്ച് നോക്കുക. മുൻകാലത്ത് നമുക്കുണ്ടായിരുന്ന സന്തോഷങ്ങൾ, മുൻകാലത്ത് നമുക്ക് കിട്ടിയിരുന്ന ചില സന്തോഷങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് സങ്കല്പിക്കാം. നമ്മുടെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ നന്നായിട്ട് സന്തോഷം ലഭിച്ചിരുന്നു. നമ്മുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ പ്രധാനപ്പെട്ടവരുമായിട്ട് സംസാരിക്കാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് ലഭിച്ചിരുന്നു, സന്തോഷം ലഭിച്ചിരുന്നു. ഇപ്പോ ആ സന്തോഷമൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരോട് സംസാരിക്കാനുള്ള താല്പര്യവും നമുക്ക് വരുന്നില്ല. മൊബൈലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആദ്യമൊക്കെ മൊബൈലിൽ ഇങ്ങനെ ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ അതിനൊന്നും സമയം കാണുന്നില്ല, അത് ഉപയോഗിക്കാനൊന്നും തോന്നുന്നില്ല. നമ്മുടെ കുടുംബജീവിതത്തിലൊന്നും ഒരു റാഹത്ത് വരുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല. കുടുംബജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെ സംസാരിച്ചിരിക്കാനും ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് പുറത്തു പോകാനൊക്കെ നമുക്ക് നല്ലോണം സമയം ഉണ്ടായിരുന്നു, അതിന് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോ അത്തരം വിഷയങ്ങൾക്കൊക്കെ പൊതുവെ താല്പര്യക്കുറവ്. അത്തരം വിഷയങ്ങളിൽ സമയം കിട്ടിയാലും അതിൽ സന്തോഷം ലഭിക്കുന്നില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇത്തരം വിഷയങ്ങളിലൊന്നും സന്തോഷം കിട്ടുന്നില്ല. ഈവൻ സെക്സ്, അത്തരം വിഷയങ്ങളിൽ പോലാണെങ്കിലും ഒരു സന്തോഷം അവന് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ മടുപ്പും വെറുപ്പും ദേഷ്യവും വിദ്വേഷവും മാത്രമാണ് ഇങ്ങനെയൊക്കെ വരും. ഇത് കേവലം ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, ജീവിതത്തിന്റെ ഒരു സാഹചര്യം കൊണ്ട് ഒരു ദിവസം സംഭവിച്ചു എന്നതുകൊണ്ടല്ല. ഇതിങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. എപ്പോഴും ഒറ്റയ്ക്ക് തനിച്ചിരിക്കാൻ വേണ്ടി തോന്നുന്നു, മറ്റുള്ളവരോട് ഇടപെടുകാനും തോന്നുന്നില്ല. ഇതിങ്ങനെ ഒരു ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നി അവസാനം അതൊരു ആത്മഹത്യാ ടെൻഡൻസിയിലേക്ക് വരുന്നു. ഒരു ആത്മഹത്യയിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ അതിനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്റ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ട റെമഡീസ് എന്താണ്, സൊല്യൂഷൻസ് എന്താണ് ഇതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇത്തരം സ്റ്റേജിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഗൗരവത്തോടുകൂടെ ആ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. രണ്ടാമത്തെ ലക്ഷണം, നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വരുന്ന ചേഞ്ചുകൾ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണങ്ങൾ കൃത്യസമയത്ത് ഓരോ നേരത്തെ ഭക്ഷണവും കഴിക്കും. രാവിലെ 8 മണിയുടെ 9 മണിയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഒരു 1 മണിയുടെ 2 മണിയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നു, രാത്രിയും കൃത്യമായ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഭക്ഷണത്തിന്റെ സമയക്രമങ്ങളിൽ മാറ്റം വരുന്നു. അപ്പൊ സമയക്രമങ്ങളിൽ മാറ്റം വന്ന് അതൊരു ഇറഗുലർ അവസ്ഥയിലേക്ക് എത്തുകയാണ്. റെഗുലർ ആയിട്ട് കഴിക്കുന്നത് പോലെയല്ല, അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വരികയാണ്. അപ്പൊ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഈ സമയമൊക്കെ മാറിയിട്ട് ധാരാളം കഴിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുന്നതുകൊണ്ട് ഇവിടെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, രാവിലെ സ്ഥിരമായിട്ട് കഴിക്കുന്നു, ഉച്ചക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയം, വൈകുന്നേരം കഴിക്കുന്ന സമയമൊക്കെ മാറ്റിയിട്ട് ഇത് കുറയുന്ന രൂപം വരും. രാവിലെ ഒരു ഭക്ഷണം കഴിക്കുന്നത് 11 മണിക്കാണ്, ഉച്ചക്ക് കഴിക്കുന്നത് ഒരു 3 മണിയൊക്കെ ആവാൻ നേരത്താണ്, പിന്നെ രാത്രി കഴിക്കാതെ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഭക്ഷണം കുറയുന്ന രൂപത്തിൽ വരിക. അല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടുക. എങ്ങനെ ഭക്ഷണം കൂടുക? രാവിലെ ഒരു 8 മണിക്ക് കഴിക്കുന്നു, പിന്നെ ഒരു 11 മണിക്ക് വീണ്ടും ഹെവി ഫുഡ് കഴിക്കുന്നു, പിന്നെ ഒരു 2 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ 5 മണിക്ക് കഴിക്കുന്നു, പിന്നെ 7 മണിക്ക് വീണ്ടും കഴിക്കുന്നു. ഇങ്ങനെ ഭക്ഷണം ഒരു 4-5 തവണയായിട്ട് വർദ്ധിക്കുകയും ചെയ്യും.
ഇങ്ങനെ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കൂടുതലായിട്ട് വരുന്ന മാറ്റങ്ങൾ, ഭക്ഷണക്രമത്തിൽ കൂടുതൽ സംഭവിക്കലും കുറയൽ സംഭവിക്കലും രണ്ടും ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഭക്ഷണം കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ്, നമ്മുടെ ഭാരം കുറയും. ഭക്ഷണം കൂടുന്ന സമയത്ത് നമ്മുടെ ഭാരം കൂടുകയും ചെയ്യും. അപ്പൊ ഈ രണ്ടും കൂടെ ക്രോസ് മാച്ച് ചെയ്ത് ഒരേപോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഡിപ്രഷന്റെ, വിഷാദ രോഗത്തിന്റെ അടിമകളിൽപ്പെട്ടവരായേക്കാം. അപ്പോ ഭക്ഷണം നന്നായിട്ട് കുറയുന്നു, സ്ഥിരമായിട്ട് കഴിച്ചിരുന്നയാൾ കുറയുന്നു, അങ്ങനെ അവന്റെ ബോഡി വെയിറ്റ് കുറഞ്ഞു വരുന്നു. ഭക്ഷണം രാവിലെയും ഉച്ചക്കും രാത്രിയും കഴിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് രാവിലെ തന്നെ 11 മണിക്ക് വേറെയും 3 മണിക്ക് വേറെയും 5 മണിക്ക് 7 മണിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് ഭക്ഷണത്തിലെ നമ്മുടെ വെയിറ്റ്, ഭാരം കൂടി വരുന്നു. ഇങ്ങനെ ഇത് രണ്ടും കൂടി ഒരു കണക്ഷൻ ഉണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള ചേഞ്ച് വന്നാൽ, ഫുഡ് ഹാബിറ്റിൽ ചേഞ്ച് വന്നാൽ നമ്മൾ എവിടെയോ നമ്മെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷാദ രോഗത്തിലാണ് നമ്മളുള്ളത്, ഡിപ്രഷന്റെ സ്റ്റേജിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഓവർകം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ നീങ്ങിയിട്ടില്ലെങ്കിൽ മാനസികമായ വലിയ പ്രശ്നങ്ങളിലേക്ക് അതെത്തും. നമ്മുടെ അടുക്കലൊക്കെ ഒരുപാട് കേസുകൾ, മാനസിക രോഗികൾ ഉൾപ്പെടെ ഈ ഡിപ്രഷനിൽ കഴിയുന്ന എത്രയോ കേസുകൾ വരുന്നുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും മണിക്കൂറുകളോളം എടുക്കും. അപ്പൊ അത്തരം കേസുകളൊക്കെ പറഞ്ഞിട്ടാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കണക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ ഭക്ഷണം നന്നായി കഴിക്കും, പക്ഷെ എത്ര നന്നായി കഴിച്ചാലും അവര് മെലിഞ്ഞിട്ടാണ് ഇരിക്കുക. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയുണ്ട്, ഭക്ഷണം നന്നായിട്ട് കഴിച്ചാലും തടി വല്ലാണ്ട് വെക്കൂല. ചില ആളുകള് ഭക്ഷണം കഴിക്കാതിരിക്കും, പക്ഷെ അവരുടെ കൂടുതൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കൂല. പക്ഷെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അവരിങ്ങനെ മെലിഞ്ഞ് ശോഷിച്ചു വരുന്നില്ല, അവരൊരു നോർമൽ ഒരാളുടെ ആരോഗ്യം പോലെ ഇരിക്കും അവര്. അത്തരം ആളുകളെ കുറിച്ചല്ല ഈ സംസാരം. നമ്മൾ ഈ ഭക്ഷണത്തിലുള്ള ക്രമങ്ങളിലെ മാറ്റങ്ങൾ പറഞ്ഞത്, ഭക്ഷണം ഹാബിറ്റിൽ മാറ്റം വരിക, ശീലങ്ങളിൽ മാറ്റം വന്നിട്ട് അത് കുറഞ്ഞതിന്റെ പേരിൽ ഭാരം കുറയുക, അത് കൂടിയതിന്റെ പേരിൽ ഭാരം കൂടുക. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു വിഷാദ രോഗത്തിന്റെ അടിമയിൽപ്പെട്ടവരായേക്കാം. അതേപോലെ അതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഉറക്കം. നമ്മുടെ ഈ ഉറക്കത്തിന്റെ സമയം, അത് തീരെ ഉറക്കം ലഭിക്കുന്നില്ല. ഒരു 10 മണിയായിട്ട് 11 മണിയായിട്ട്, ഇപ്പൊ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ വളരെ നേരത്തെ കിടക്കും. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ നേരം വൈകിട്ടാണ് കിടക്കുക. അപ്പൊ ഒരു 11 മണിയൊക്കെ ആയിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ അവർ വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നു, അങ്ങനെ വീണ്ടും പുറത്ത് എഴുന്നേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും കാണുന്നു, അല്ലെങ്കിൽ ഒന്ന് ഡൈനിങ് ഹാളിൽ പോയിട്ട് വരുന്നു. അങ്ങനെ വന്ന് എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ ഉറക്കം വരാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം, എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല. അതൊക്കെ ഡിപ്രഷന്റെ സ്റ്റേജിലുള്ളവരുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ 2 ലക്ഷണങ്ങൾ മനസ്സിലായല്ലോ. മൂന്നാമത്തത് സ്വത്വബോധം കുറയാന്നുള്ളത്. നമ്മുടെ നമുക്ക് സ്വന്തത്തിനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസം അങ്ങേയറ്റം കുറയാന്നുള്ളത്. അത് നമ്മളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലുണ്ടോ നോക്കിയാൽ മതി. അവനവനെ കുറിച്ചുള്ള ഒരു ചിന്ത, ഞാൻ വളരെ മോശമാണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല, എന്നെ ആർക്കും ആവശ്യമില്ല, സമൂഹത്തിന് എന്നെ തീരെ ഇഷ്ടമില്ല, ഈ ഭൂമിക്ക് തന്നെ ഞാനൊരു ഭാരമാണ്, ഇങ്ങനെയൊക്കെ പലപ്പോഴും പറയുന്നവർ തന്നെ ഉണ്ടാവും. ഞാൻ വെറുതെ ജീവിക്കണം, ഞാനൊരു അനങ്ങാപ്പറയായിട്ടാണുള്ളത്, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നോട് സ്നേഹമില്ല, ഞാൻ വെറുതെ ഒരു ജീവിച്ചു പോകണം എന്ന ഒരു ബോധ്യങ്ങളും ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരാം. അതൊക്കെ കൂടുതൽ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ആത്മഹത്യാ പ്രവണതയിലേക്കൊക്കെ എത്തുക. അപ്പൊ ഇത്തരം സ്വത്വബോധത്തിനെ കുറിച്ച് വരുന്ന ഇത്തരം ചിന്തകള്, സ്വയം എന്നെ കൊണ്ടൊന്നിനും കഴിയൂല, ആർക്കും എന്നെ കൊണ്ടൊന്നും എനിക്കൊരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഞാന് വെറുതെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇവിടെ നിൽക്കണം എന്നൊക്കെ തോന്നുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് പ്രത്യേകം മനസ്സിലാക്കണം, അവർ ഇത്തരം ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരവും നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള 4ാമത്തെ ലക്ഷണമാണ് പറയുന്നത്. നിലവിലുള്ള നമ്മുടെ കോൺസെൻട്രേഷന് അത് കുറയാന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുക, അതേപോലെ തന്നെ മെമ്മറി പവർ, ഓർമ്മശക്തിയും കുറയുക. അപ്പോൾ സാധാരണ നമ്മൾ ഒരാളുടെ ഒരു സ്പീച്ച് കേൾക്കാറുണ്ട് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ലൈവ് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. എന്തെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന, കേൾക്കുന്ന, കാണുന്ന ഒരു കാര്യം, അത് നമുക്ക് കുറേ സമയമൊക്കെ നമുക്ക് ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കാൻ കഴിയുമായിരുന്നു. 1 മണിക്കൂറൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പീച്ചോ ഒരു ലൈവോ ഒരു ഓൺലൈൻ മജ്‌ലിസോ ഒക്കെ നമ്മൾ കൃത്യമായി കേട്ടിരുന്നിരുന്ന, നമ്മൾ ശ്രദ്ധിച്ചിരുന്നിരുന്ന, നമ്മൾ
പെട്ടെന്ന് കുറച്ചു കാലമായിട്ട് നമുക്ക് ശ്രദ്ധയോടുകൂടെ അത് കേൾക്കാൻ കഴിയുന്നില്ല. സംസാരം കുറച്ച് കേൾക്കുമ്പോഴേക്ക്, സ്ഥിരമായി മണിക്കൂറുകളോളം കേട്ടിരുന്ന സംസാരം കുറച്ച് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് കോൺസെൻട്രേഷൻ കുറയാന്നുള്ളത്, ശ്രദ്ധ മാറിപ്പോകുന്നു. അപ്പൊ അത് ഒരു ഡിപ്രഷന്റെ സ്റ്റേജിലെത്തിയവരുടെ ഒരു അടയാളാണ്. അതേപോലെ തന്നെ മെമ്മറി പവർ അത് നന്നായിട്ട് കുറയാം. ഇപ്പോ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ പേര് വരെ നമുക്ക് പറയാൻ കിട്ടാതിരിക്കാം. നമ്മുടെ ചുറ്റിലും സംഭവിച്ച സംഭവങ്ങൾ വരെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട വിഷയങ്ങൾ തന്നെ പെട്ടെന്ന് നമുക്ക് മറന്നു പോകാം. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മുടെ അയൽവാസിയെ കുറിച്ച് ചോദിക്കുമ്പോൾ, അവരുടെ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് നടന്ന സംഭവങ്ങൾ പോലും നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വരിക. ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ആത്മവിശ്വാസം കുറയുക, ശ്രദ്ധ നഷ്ടപ്പെടുക, അതേപോലെ തന്നെ ഓർമ്മയില്ലാതിരിക്കുക. ഓർമ്മ ഉണ്ടാവേണ്ട വിഷയങ്ങള്, നോർമലി പലർക്കും മറവികൾ സംഭവിക്കാം. മറവി യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹം കൂടെയാണ്. നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റിൽ സംഭവിച്ച, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന്, ആ മരണപ്പെട്ട സമയത്തുണ്ടായിരുന്ന ആ ഒരു വേദനയും ആ ഒരു വിടവും ഒക്കെ നമുക്ക് അതേപോലെ വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. നിങ്ങളൊന്നും മറുപടി പറ ഇല്ല. അതുകൊണ്ടാണ് മറവി ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞത്. മനുഷ്യനെ അറബിയിൽ ഇൻസാൻ എന്ന് പറയാം. ഇൻസാൻ എന്നുള്ള പദം അതിനെ നിസിയാൻ എന്ന മറവി എന്ന പദത്തിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ മറവി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം സാഹചര്യങ്ങൾ, ആക്സിഡന്റ് പോലെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വിട പറയുന്നത് ആ ഒരു എഫക്റ്റോടുകൂടെ വർഷങ്ങൾക്ക് ശേഷവും നിലനിന്നാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതുകൊണ്ട് മറവി അനുഗ്രഹമാണ്. പക്ഷെ ഇത് അങ്ങനെയുള്ളൊരു മറവിയല്ല. ഈ മറവി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പലതും മറന്നു പോകുന്നു, നമ്മുടെ ശ്രദ്ധ നമുക്ക് കിട്ടാതെ പോകുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നാലാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അഞ്ചാമത്തത്, നമ്മൾ ഒരു ജോലി, ആ ജോലി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാതിരിക്കാം. ഇത് നമുക്ക് വേറൊരാളെ കുറിച്ച് ഇത് നമുക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അയാളത് ഏറ്റെടുക്കാതിരിക്കാം. അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ, അപ്പൊ നമ്മുടെ നമ്മൾ സ്വയം ഡിപ്രഷന്റെ കീഴിലാണ്, ഡിപ്രഷൻക്ക് വിധേയനായ ആളാണോ, വിഷാദ രോഗിയാണോ എന്ന് തിരിച്ചറിയാനും മറ്റുള്ളവർ വിഷാദ രോഗിയാണോ തിരിച്ചറിയാനും പറ്റും. എങ്ങനെ? നമ്മളോട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു, അപ്പൊ നമുക്കത് ഏറ്റെടുക്കാൻ കഴിയാതിരിക്കാം. പക്ഷെ നമ്മളെ ഫിസിക്കലി നമ്മളെ ഹെൽത്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിയാതിരിക്കുക, ഏറ്റെടുക്കാൻ തോന്നാതിരിക്കുക, അതിനോട് മടുപ്പുണ്ടാവുക, മടി ഉണ്ടാവുക. നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അവരത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല്, സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേജ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു വീടിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഒരാളോട്, നമ്മുടെ മക്കളിൽപ്പെട്ട ആരോടെങ്കിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, അവന് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് ഈ അടുത്തായിട്ട് ഓനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓനത് ചെയ്യാൻ കഴിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറുന്നു, അലസമായിരിക്കുന്നു, എന്തോ ഒരു മൂഡ് ഓഫിലിരിക്കുന്നു. എന്നാൽ അവരൊക്കെ ഡിപ്രഷന്റെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണെന്നാണ്. അപ്പൊ ഇത്തരം ഡിപ്രഷന്റെ ഒരു പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവരൊക്കെ വിഷാദ രോഗികളായേക്കാം. അതുകൊണ്ട് ഈ ലക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് പറയാൻ പോകുന്നുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാം? അല്ലെങ്കിൽ ഈ വിഷാദ രോഗം ഇങ്ങനെ വർദ്ധിച്ചു വരും. ഇത് ഉള്ള ആളുകൾക്കറിയാം, അവരവരുടെ കുടുംബങ്ങളിൽ ഇതുണ്ടാകും പറയാം. അത് വർദ്ധിച്ചു വന്ന് മെഡിസിൻ കഴിച്ച് ഒരു തലക്കനം പോലെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കലും നടക്കലും ഒരു പ്രത്യേക അവസ്ഥയിലേക്കൊക്കെ ആവുന്നത്. നമ്മൾ പല പേഷ്യൻസിനെയും നമ്മുടെ മുമ്പിൽ തന്നെ നേരിട്ട് വരുന്ന പലരെയും നമ്മൾ ഇതേ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന കാരണങ്ങൾ എന്താന്ന് വെച്ചാല്, ഭൂരിഭാഗം ഡിപ്രഷനും വിഷാദ രോഗവും കടന്നു വരുന്നത് നഷ്ടബോധത്തിൽ നിന്നാണ്. നഷ്ടബോധം എന്ന് പറഞ്ഞാല് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അംഗീകാരം, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആരോ നമുക്ക് തന്നിരുന്ന സ്നേഹവും അംഗീകാരമൊക്കെ അവരിൽ നിന്ന്
എന്താ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവരിൽ നിന്ന് അത് കിട്ടാതായി കഴിഞ്ഞാൽ അവർ പിന്നെ ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരുടെ നിന്നെങ്കിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കേണ്ട സ്നേഹങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ, ആ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇപ്പോൾ ഈ പുതിയ ന്യൂ ജനറേഷനിലുള്ള പിള്ളേരിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ഡിപ്രഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളിൽ. അവര് ആരെങ്കിലും ഒരാൾ പരസ്പരം കമ്മിറ്റഡ് ആയിട്ടുണ്ടാവും. കമ്മിറ്റഡ് ആയിട്ടുള്ള ആള് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പിന്നെ ആ വിഷയം അവരങ്ങ് തേച്ചു പോയി കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവന് വേണ്ടെന്ന് പറഞ്ഞ് അതൊരു ബ്രേക്കപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു പാർട്ട്ണർ അവിടെ ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് എത്തും, ഈ പ്രണയ നൈരാശ്യം കാരണം കൊണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റേജുകളിൽ നമ്മൾ ഇതിന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ചാൽ, കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം, കിട്ടിക്കൊണ്ടിരുന്ന അംഗീകാരം, അതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഡിപ്രഷനിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതിന്റെ ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തത് വളരെ ഗൗരവമുള്ളൊരു കാരണമാണ്. നമ്മുടെ മക്കളിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു കാരണത്തെ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ആ മക്കള് അവരുടെ ജീവിതം മുഴുവൻ നഷ്ടത്തിലാകാനും അവരുടെ പഠനത്തിനെ വലിയ രൂപത്തിൽ ബാധിക്കാനൊക്കെ കാരണമാകും. ഈ നെഗറ്റീവ് സ്ട്രോക്ക് നമ്മുടെ മക്കളിൽ ഉണ്ടാകുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. അത് മക്കളിലാവട്ടെ വിദ്യാർത്ഥികളിലാവട്ടെ. ഇത് കൂടുതലും പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നതാണ്. വീട്ടിൽ നിന്നാകുമ്പോൾ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും, സ്കൂളിൽ നിന്നാകുമ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും. ഈ നെഗറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ മക്കളോട്, എടാ നിന്നെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ലടാ, നീ അവനെ കണ്ടില്ലേ, അവനെന്ത് ഉഷാറായിട്ടാണ് മാർക്സ് വാങ്ങിക്കുന്നത്, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്, നീ ട്യൂഷനും കൂടെ പോകുന്നില്ലേ, അവന് ട്യൂഷന് പോലും പോകുന്നില്ല. ഇങ്ങനെ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവ് സ്ട്രോക്ക് അതവരുടെ ബ്രെയിനിൽ അങ്ങനെ നിൽക്കും. അതങ്ങനെ നിന്ന് ആ കുട്ടി നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് അവൻ എത്തിയിട്ട് അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ മെന്റലി അവൻ ഉണ്ടാക്കി തീർക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോ ഇത് പാരന്റിങ്ങിൽ ഒരു പിഴവാണ് യഥാർത്ഥത്തിൽ. ശരിക്കും അങ്ങനെ പറയേണ്ടതല്ല. ഞാൻ കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണണം. അതിൽ ഈ വിഷയം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങൾ. അതിൽ ഈ ഒരു ഭാഗം പ്രത്യേകം കമ്പയർ ചെയ്തിട്ട് മാർക്കിന്റെ ലിസ്റ്റൊക്കെ വരുമ്പോൾ, മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ, എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ മറ്റുള്ള സ്റ്റുഡൻസിനോട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതിനെ കുറിച്ചും നമ്മുടെ കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണണം. അപ്പോ ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് പാരന്റിങ്ങിൽ വരുന്ന ഒരു പിഴവാണ്, യഥാർത്ഥത്തിൽ വലിയൊരു പിഴവാണ്. ശരിക്കും അവർക്ക് കിട്ടേണ്ടിയിരുന്ന സ്നേഹം, അവർക്ക് കിട്ടേണ്ടിയിരുന്ന ലാളനം, അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ടച്ചിങ്, അവർക്ക് കിട്ടേണ്ട ഒരു ഹഗ്ഗിങ്, ഇതൊക്കെ അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടതാണ്. സ്നേഹത്തോടു കൂടെയുള്ള ഒരു തലോടല്, സ്നേഹത്തോടു കൂടെയുള്ളൊരു ലാളന, സ്നേഹത്തോടുകൂടെ സ്കൂള് വിട്ട് വരുമ്പോൾ അവരെ മാറോട് ചേർത്ത് പിടിക്കുക, അവരൊന്ന് ഹഗ് ചെയ്യുക, അവരൊന്ന് ചുംബിക്കുക. ഇതൊക്കെ ഓരോ കുട്ടികൾക്കും മാതാപിതാക്കളിൽ നിന്ന് അനിവാര്യമായും കിട്ടിയിരിക്കേണ്ട ഫിസിക്കൽ ആയിട്ടുള്ള ചില വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, മാതൃത്വത്തിൽ നിന്നും പിതൃത്വത്തിൽ നിന്നും കിട്ടേണ്ടത് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തും. ഇത്തരം പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, നീ മാർക്ക് വാങ്ങിക്കാത്തവനാണ്, നീ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് സ്ട്രോക്കുകളും കൂടെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ആ കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈ കുട്ടികള് ഭാവിയിലെ അവര് ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് എത്തും. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ ഈ കാരണം, ആദ്യം പറഞ്ഞൊരു കാരണം ഉണ്ടായിരുന്നു നഷ്ടബോധം, സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞ ഈ പാരന്റിങ്ങിന്റെ ഭാഗത്തു നിന്നും, പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും, ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. 30% 30% ഈ ഒരു വിഷാദ രോഗങ്ങള്,
ട്രഡീഷണലി പാരമ്പര്യമായിട്ട് വരും എന്നുള്ളതും പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ഈ പുതിയ കാലത്ത് ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇൻസ്റ്റഗ്രാം റീൽസുകളിലും ഇതിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു ജീവിത ശൈലിയിൽ നിന്ന് അവരിങ്ങനെ റീൽസുകളിലൊക്കെ ഒരുപാട് കഴിവുള്ള ആളുകളുടെ സംസാരങ്ങളും അവരുടെ ടാസ്കുകളും അവരുടെ സ്കിൽസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ മക്കളൊക്കെ അങ്ങനെ സെൽഫ് ഡിപ്രസ്ഡ് ആയി വരുന്നുണ്ട്. അവർ ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. ഒരു സ്വമേധയാ അവര് സ്വയം വിഷാദരോഗികളാകുന്നുണ്ട്. ഇവനൊക്കെ ഇങ്ങനെയൊക്കെ കഴിയുമല്ലോ, എനിക്കിങ്ങനൊന്നും കഴിയുന്നില്ലല്ലോ. നിരന്തരം ഇത്തരം വീഡിയോസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും കുട്ടികൾ ആ രൂപത്തിലേക്ക് വിഷാദരോഗികളായി മാറുന്നുണ്ട് എന്നുള്ള പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ കാലത്ത് ചില പിള്ളേര് അപ്പൊ അത്തരം വിഷയങ്ങളെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിനൊക്കെയുള്ളൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാല്, ഒന്നാമത്തെ പരിഹാരം എന്നുള്ളത് നമ്മുടെ ശരീരവും ജീവിതവും ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെ അത് ക്രമപ്പെടുത്തുക? നല്ല ഭക്ഷണശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നല്ല ജീവിത രീതി കൊണ്ടുവരിക, ലൈഫ് സ്റ്റൈൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ 3 ഘട്ടമായിട്ടാണെന്ന് പറഞ്ഞത്. ഒന്ന് വിഷാദരോഗികളുടെ ലക്ഷണങ്ങൾ, 2 അതിന്റെ കാരണങ്ങൾ. നമ്മൾ 3ാമത്തെ സ്റ്റേജിൽ ഇപ്പോൾ എത്തി. 3ാമത്തെ ഭാഗത്ത് അതിന്റെ പരിഹാരം എന്താണെന്നല്ലേ. ശരീരവും ജീവിതവും കൃത്യമായി ക്രമപ്പെടുത്തുക, നല്ല ഭക്ഷണശീലം ഉണ്ടായിരിക്കുക, ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് ചിട്ടപ്പെടുത്തുക. ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഹാഫ് ആൻ അവർ എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നടക്കാൻ നമുക്ക്, അതേപോലെ തന്നെ വാമപ്പ് ചെയ്യാം, ജോഗിങ് ചെയ്യാം, അതേപോലെ തന്നെ യോഗാസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യാം. ഇങ്ങനെയുള്ള നല്ല ജീവിതശൈലി ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി മെന്റലി നാം ഹെൽത്തി ആയിട്ട് മാറും. അതേപോലെ തന്നെ ഫുഡ് ഹാബിറ്റ് ഭക്ഷണശീലങ്ങളിലൊക്കെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കിയിട്ട് ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക. എപ്പോഴെങ്കിലൊക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിനെ കൊണ്ടല്ല പറയുന്നത്. നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ എപ്പോഴും കഴിക്കരുത്. അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ അവര് വല്ലാത്തൊരവസ്ഥയിൽ എത്തും എന്നുള്ളതാണ്. ഇലക്കറികൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രമപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ, അതേപോലെ ഫ്രൂട്ട്സ്, ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നോക്കിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ ഫിഷ് ഐറ്റംസ്, മത്തി ഉൾപ്പെടെയുള്ള ഇത്തരം ക്രമങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും ജീവിതവും ഒക്കെ ഒരു പ്രത്യേക താളത്തിലേക്ക് എത്തും. അത് കാരണം ഇതൊക്കെ മെന്റലിനെ, നമ്മളെ ബ്രെയിനിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അവിടെയൊക്കെ നല്ലൊരു സ്ട്രെങ്ത് നൽകാൻ, അതൊക്കെ സ്ട്രോങ് ആവാൻ അതൊക്കെ കാരണമാകും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴൊക്കെ ഇത്തരം വിഷാദ രോഗികളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, ഏകാന്തമായി ഭക്ഷണം കഴിക്കാനിരിക്കാതെ ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ആളുകളുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന് അവരോടൊക്കെ സംസാരിച്ച് ആ സമയത്ത് മൊബൈൽ യൂസേജ് ഒക്കെ മാറ്റിവെച്ച് നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിച്ച് ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ അതിലുണ്ടാകും. ഇതൊക്കെ ഇങ്ങനെ പഠനങ്ങൾ തെളിയിച്ചതാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഈ വിഷാദ രോഗികൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും തോന്നുക. അപ്പോഴാണ് ഒരുപാട് ചിന്തകൾ വരിക. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക. ആ സമയത്ത് മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കി പരസ്പരം ഷെയർ ചെയ്ത് സംസാരിച്ച് കഴിക്കുമ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തത് അതിനുള്ള പരിഹാരം സന്തോഷമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒറ്റപ്പെടാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഒറ്റപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് സന്തോഷമുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കാം. വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാം. വെറുതെ ഇരിക്കുമ്പോഴാണ് വിഷാദ രോഗികൾ കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കുക. ദുശീലങ്ങൾ മാറ്റുക. ഇപ്പോൾ സ്മോക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡ്രങ്ക്സ് ഉണ്ട്. ഇത്തരം ദുശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വിഷാദ രോഗികളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഒരു 6 മണിക്ക് 7 മണിക്കൊക്കെ ഒന്ന് മദ്യപിക്കാൻ പോകുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ഒരു സാഹചര്യം സിറ്റുവേഷന് നഷ്ടപ്പെടുത്തുക. അതെങ്ങനെ നഷ്ടപ്പെടുത്തുക? ആ സമയത്ത് മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്ത് അതിൽ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കുക.
അപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ ദുശീലങ്ങളിൽ നിന്ന് പരമാവധി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ വിഷാദ രോഗികൾക്ക് ഇത്തരം ദുശീലങ്ങളും കൂടി ബാഡ് ഹാബിറ്റ്സും കൂടി അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഒന്നും കൂടെ ശക്തിയാകുക ചെയ്യുക. ഇത്തരം ഡിപ്രഷന്റെ സ്റ്റേജുകളിലൊക്കെ ഉറക്കം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത പരിഹാരം. ഉറക്കം ചിട്ടപ്പെടുത്തിയാൽ മെന്റൽ നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും, സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഉറക്കം കുട്ടികളൊക്കെ ഉറങ്ങേണ്ട ഒരു സമയമുണ്ട്, ഒരു മണിക്കൂറുണ്ട്, ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത്. അത്രയും മണിക്കൂർ കുട്ടികളെ ഉറക്കുക, മുതിർന്നവർ ഉറങ്ങേണ്ട സമയം ഉറങ്ങുക. ഇതൊരു തലവേദനയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊരു കുട്ടി എത്ര മണിക്കൂർ ഉറങ്ങണം, ഒരു അഡൽട്ട് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതൊക്കെ നമ്മളതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് കണ്ട് മനസ്സിലാക്കുക. നമുക്കൊരു പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഇത്തരം ഫോളോവേഴ്സ് ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ കാലത്തെ ചിന്തകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവുക, 1K ഫോളോവേഴ്സ് ഉണ്ടാവുക, 1 ലാക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ചിന്ത. പക്ഷേ കറക്റ്റ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആരോടും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഇത്തരം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും തടസ്സം നിൽക്കണ്ട. പക്ഷേ നമുക്ക് നേരിട്ടുള്ള ബന്ധങ്ങളിലുള്ള സൗഹൃദ വലയങ്ങളും കൂട്ടുകാരൊക്കെ വേണം. അവരോട് സമയവും സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ല മെന്റലി ഫിസിക്കലിയൊക്കെ നമ്മളെ ഹെൽത്തി ആയിട്ട് നിൽക്കുക. നമുക്ക് മാനസിക സന്തോഷം ആ രൂപത്തിൽ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഇതിനുള്ളൊരു പരിഹാരം, ഇത്രയൊക്കെ പരിഹാരങ്ങൾ പറഞ്ഞല്ലോ, അതോടുകൂടെ തന്നെ ഇതിനുള്ളൊരു പരിഹാരം നല്ല കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ ഒരു സെക്കൻഡ് സിറ്റിങ്ങും തേർഡ് സിറ്റിങ്ങും ഒക്കെ നമ്മൾ പറയും. അവസാനം അത് ഫൈനലൈസ് ചെയ്തിട്ട് ഒരു ഫൈനൽ സിറ്റിങ്ങിലൂടെയൊക്കെ പറയുമ്പോൾ അവസാന ഘട്ടത്തിലാണ് അതൊക്കെ ഒരു ഒത്തുതീർപ്പിലെത്തുക. അപ്പം ഇത് ഫസ്റ്റിലെ ഒരു ഫസ്റ്റ് സിറ്റിംഗ് ഇരിക്കും, പിന്നെ അതോടുകൂടെ അവരുടെ വിഷയങ്ങളൊന്ന് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ സെക്കൻഡ് സിറ്റിങ്ങിലേക്ക് അവർ വരൂല. അപ്പോൾ പിന്നെ വീണ്ടും അത് ഗുരുതരമാകും. അപ്പോൾ വീണ്ടും അവർ ഫസ്റ്റ് സിറ്റിംഗ് മുതൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ ഏത് കൗൺസിൽ ചെയ്യുന്ന ആളെടുക്കാണോ പോകുന്നത്, അവർ എത്ര സിറ്റിംഗ് പറഞ്ഞോ ആ സിറ്റിംഗ് അനിവാര്യമായ സിറ്റിംഗ്സ് ആയിരിക്കും. അത് കൃത്യമായി ഫോളോ ചെയ്ത് ഒരു നല്ലൊരു മനഃശാസ്ത്ര വിദഗ്ധനെ കൊണ്ട്, കൗൺസിൽ ചെയ്യുന്ന ഒരാളെ കൊണ്ട് കൃത്യമായിട്ട് കൗൺസിൽ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു പരിഹാരം. ഇതും കൂടെ കഴിഞ്ഞാലുള്ളൊരു സ്റ്റേജാണ് യഥാർത്ഥത്തിൽ ഈ മാനസിക പിരിമുറുക്കൊക്കെ കൂടിയിട്ട് അത് വല്ലാതെ മാനസിക രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഈ മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുക. ഇത് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥകളൊക്കെ പറയുമ്പോൾ പലരും അതിന് മുതിരില്ല. ചിലപ്പോഴൊക്കെ കുറഞ്ഞ കാലം മെഡിസിൻസ് കഴിച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് തന്നെ പേഴ്സണലി അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ അവർ പറയുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കുറച്ച് വിശദീകരിച്ച് പറയേണ്ട വിഷയങ്ങളാണ്. സമയപരിമിതി മൂലമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്. വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.